Hi, good morning. Welcome to all to my channel Law, Life and Layouts. I am Narendra CV, retired higher secondary school teacher. Here I am discussing about a new topic, will or osiyat. What is a will? A will is a legal document written by a testator who writes will. His desire to distribute his own property after his demise. A will is a legal document written by a testator. Testator means who writes will. His desire to distribute his own property after his demise. ഒരു വ്യക്തി അയാളുടെ മരണശേഷം അയാളുടെ സ്വത്ത് എങ്ങനെ ഭാഗിക്കപ്പെടണം എന്ന് എഴുതി വെക്കുന്ന ഒരു ലീഗൽ ഡോക്യുമെൻ്റാണ് will. Indian Succession Act 1925 discuss about succession of property of Hindu, Christian, Buddhist, Jainist and Sikh religions. 1925 ഇന്ത്യൻ സക്സഷൻ ആക്ടിലാണ് ഹിന്ദു മതത്തിലെയും ക്രിസ്ത്യൻ മതം, ബുദ്ധിസം, ജൈനം സിഖ് മതത്തിലെയും വ്യക്തികളുടെ സക്സഷനെ പറ്റി പ്രതിപാദിക്കുന്നത്. ഫോർ മുസ്ലിംസ് ആൻഡ് പാർസി ദർ റിലീജിയസ് ടെക്സ്റ്റ് പ്രാക്ടീസ് ദ ഫോളോസ്. ദാറ്റ് മീൻസ് മുസ്ലിംസ് ആൻഡ് പാർസീസ് ആർ ഫോളോസ് ദർ റിലീജിയസ് ടെക്സ്റ്റസ് ടു സക്സഷൻ. മുസ്ലിമുകളും പാർസികളും അവരുടെ മതഗ്രന്ഥങ്ങളുടെ അനുസരിച്ചിട്ടാണ് സക്സഷൻ നടത്തപ്പെടുന്നത്. Section 63 of Indian Succession Act 1925 deals with the rules of writing will. ഇന്ത്യൻ സക്സഷൻ ആക്ടിൻ്റെ 63-ാം സെക്ഷനിലാണ് വില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. വാട്ട് ഈസ് ദ ബെനിഫിറ്റ്സ് ഓഫ് റൈറ്റിംഗ് ബിൽ? ബില്ല് എഴുതിയാൽ എന്താണ് പ്രയോജനം? ബില്ലുണ്ടാക്കിയാൽ എന്താണ് പ്രയോജനം? ദർ ആർ സോ മെനി ബെനിഫിറ്റ്സ്. ഡിസ്കസ് ഹിയർ. First one, you decide who inherits your hard-earned wealth and property. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും നിങ്ങളുടെ മനഃശേഷം നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കൾ എങ്ങനെ വിനിയോഗിക്കപ്പെടണം, ആർക്ക് നൽകപ്പെടണം എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മരണത്തിന് മുൻപേ തീരുമാനിക്കപ്പെടും. അല്ലാത്ത പക്ഷം എല്ലാവർക്കും തുല്യമായിട്ട് വിധിക്കുകയാണ് നിയമപരമായി ചെയ്യുന്നത്. അതിന് നിയമത്തിൻ്റെ കാലതാമസങ്ങളൊക്കെ ഉണ്ടാകും. സെക്കൻഡ്, റെഡ്യൂസ് ഡിസഗ്രിമെൻറ്റ്സ് ബിറ്റ്വീൻ യുവർ ഇൻഹെറിറ്റ്സ്. റെഡ്യൂസ് ഡിസഗ്രിമെൻറ്റ്സ് ബിറ്റ്വീൻ യുവർ ഇൻഹെറിറ്റ്സ്. അതായത് നിങ്ങളുടെ അനന്തരാവകാശികൾ തമ്മിലുള്ള തർക്കങ്ങൾ, സംഘർഷങ്ങൾക്കും ലഘൂകരിക്കാൻ പറ്റും വില്ലുണ്ടായാൽ. ദെൻ തേർഡ് വൺ, അവോയ്ഡ് അൺവാണ്ടഡ് ലിറ്റിഗേഷൻ ആൻഡ് സേവ് മണി ആൻഡ് ടൈം ഓഫ് യുവർ ഹെയർസ്. അതായത് അത് വില്ല് എഴുതപ്പെട്ടാൽ അനാവശ്യമായ നിയമ പോരാട്ടങ്ങളും അതുവഴി നഷ്ടപ്പെടുന്ന പണവും സമയവും ഒക്കെ ലാഭിക്കാൻ നിങ്ങളുടെ അനന്തരാവകാശികൾ ലാഭിക്കാൻ പറ്റും. അവോയ്ഡ് ദ എലിനേഷൻ ഓഫ് പ്രോപ്പർട്ടി. നിങ്ങളുടെ സ്വത്ത് അന്യാധീനപ്പെടുന്നത് ഒഴിവാക്കാൻ പറ്റും. മിനിമൈസ് ടാക്സ് ടു ദി പ്രോപ്പർട്ടി ബൈ സെപ്പറേഷൻ. അതായത് നിങ്ങളുടെ സ്വത്തുകൾ മറ്റ് പലർക്കും വേണ്ടി വീതിക്കപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ടാക്സ് കുറക്കാൻ കഴിയും. റൈറ്റ് ടു അപ്പോയിൻറ്റ് എ പേഴ്സൺ ടു എക്സിക്യൂട്ട്. ദാറ്റ് മീൻസ് എക്സിക്യൂട്ടർ ടു പേ യുവർ ഡെബ്റ്റ്സ്. അതായത് നിങ്ങൾക്കുടെ ഒരു എക്സിക്യൂട്ടറെ നിയമിക്കാനുള്ള അവകാശം ഉണ്ടാവും. ആ എക്സിക്യൂട്ടർ നിങ്ങളുടെ മരണശേഷം ഉടൻ തന്നെ സ്വത്തുകൾ നോക്കി നടത്തുകയും അതിൽ നിന്ന് കിട്ടുന്ന ആദായം ഉപയോഗിച്ച് നിങ്ങളുള്ള കടങ്ങൾ തീർക്കുകയും
മാത്രമല്ല ഈ ബില്ല് എക്സിക്യൂട്ട് ചെയ്യാൻ അദ്ദേഹം ചെയ്യും. ഗെറ്റ് എ പീസ് ഓഫ് മൈൻഡ് ഓൺ ഡെത്ത് ബെഡ്. മരണക്കിടക്കയിൽ ഒരു സമാധാനം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. The remaining part of this video will air in next part 2. Part 2 of this video. This is only a introduction. അതായത് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ ഉണ്ടാവും. ഇത് ഒരു തുടക്കം മാത്രമേ ഉള്ളൂ, ഇൻട്രൊഡക്ഷൻ മാത്രം. കൂടുതൽ അറിവിന് വേണ്ടി, അതായത് ഫോർ മോർ നോട്ട്സ് ലോഗിൻ മൈ ബ്ലോഗ്. അതായത് കൂടുതൽ നോട്ടുകൾക്കും മറ്റ് LLB നോട്ട്സുകൾക്കും വേണ്ടിയിട്ട് താഴെ പറയുന്ന ബ്ലോഗ് സന്ദർശിക്കുക. താങ്ക് യു ടു ഓൾ.